ഇന്നൊരു ബീറ്റ്റൂട്ട് പൂരി ആയല്ലോ. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ആട്ട 1.5 കപ്പ്, റവ 3/4 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഒരുപാട് കട്ടിയായിട്ട് മാവ് കുഴയ്ക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസായും പോകരുത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ചെയ്യുകയാണ്. ഇതൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയിട്ട് പരത്തിയെടുത്താൽ മതി. ഓരോന്നും പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അധികം കട്ടിയും വേണ്ട, എന്നാൽ ഒത്തിരി നൈസായിട്ടും ഇരിക്കരുത്. ഇനി ഓരോന്നും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് അതിന് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയാണ്. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക്